എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലെ ബാക്കി കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കിയിരുന്നു. അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ദക്ഷിണേന്ത്യയിൽ പ്രകൃതിവാതക വിതരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആരംഭിക്കാൻ പോകുന്ന പ്രകൃതിവാതക പൈപ്പ് ലൈൻ. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിവാതക വിതരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രകൃതിവാതക പൈപ്പ് ലൈനാണ് കൊച്ചി കന്യാകുമാരി പൈപ്പ് ലൈൻ. കൊച്ചി കന്യാകുമാരി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈനാണ് പുതുതായി ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം: ബ്ലൂംബെർഗ് ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി മാറിയ വ്യക്തി. ഉത്തരം: ഗൗതം അദാനി. ബ്ലൂംബെർഗ് ശതകോടീശ്വര പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി മാറിയ വ്യക്തിയാണ് ഗൗതം അദാനി. അടുത്ത ചോദ്യം: 2026 കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടിയത്. ഉത്തരം: ജാവോക്കിർ സിന്ദരോവ്. ജാവോക്കിർ സിന്ദരോവ് ആണ് 2026 കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടിയത്. അടുത്ത ചോദ്യം: വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് ആയ കെയ്ൻസ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് ആയ കെയ്ൻസ് സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം: ഗുജറാത്തിലെ സാനന്ദ്. അടുത്ത ചോദ്യം: അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഏത് എക്സ്പ്രസ് വേയിലാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം: ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഏത് എക്സ്പ്രസ് വേയിലാണ് ഉദ്ഘാടനം ചെയ്തത്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അടുത്ത ചോദ്യം: ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി. ഉത്തരം: സഞ്ജു സാംസൺ. നമ്മുടെ ക്രിക്കറ്ററായ സഞ്ജു സാംസൺ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി. അടുത്ത ചോദ്യം: 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് മാൾട്ട. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്നത് മാൾട്ട. അടുത്ത ചോദ്യം: 2026 പെൻസിൽവാനിയയിലുള്ള US ആർമി വാർ കോളേജിന്റെ ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ കരസേന മേധാവി. ഉത്തരം: ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2026 പെൻസിൽവാനിയയിലുള്ള US ആർമി വാർ കോളേജിന്റെ ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ചോദ്യം: 2026 ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് നേടിയത്. ഉത്തരം: കൈലാഷ് സത്യാർത്ഥി. നൊബേൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥിക്കാണ് 2026 ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം: ഫിസിക്സ് ഓസ്കാർ എന്നറിയപ്പെടുന്ന ന്യൂ ഹൊറൈസൺസ് ഫിസിക്സ് പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഉത്തരം: ഡോക്ടർ മാത്യു സിറിയക്. ഫിസിക്സ് ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് ന്യൂ ഹൊറൈസൺസ് ഫിസിക്സ്. ആ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ മാത്യു സിറിയക്. അടുത്ത ചോദ്യം: അടുത്തിടെ ഇംഗ്ലീഷിനൊപ്പം മേഘാലയയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ട ഭാഷകൾ. അപ്പോൾ മേഘാലയയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ട ഭാഷകളാണ് ഖാസി, ഖാരോ. ഇംഗ്ലീഷിനെ കൂടാതെ മേഘാലയയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിക്കപ്പെട്ട ഭാഷകൾ ഖാസി, ഖാരോ. അടുത്ത ചോദ്യം: ചൈനീസ് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ചാന്ദ്രധാതു. ചൈനീസ് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ചാന്ദ്രധാതുവാണ് സെറിയം മഗ്നീഷ്യം ചേഞ്ച് സൈറ്റ്. സെറിയം മഗ്നീഷ്യം ചേഞ്ച് സൈറ്റ്. അടുത്ത ചോദ്യം: 2025 കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരം: വംശം. 2025 കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വംശം. അടുത്ത ചോദ്യം: 2026 ഐക്യരാഷ്ട്രസഭയുടെ 4ാമത് ജെൻഡർ ഈക്വാലിറ്റി മൊബിലൈസേഷൻ അവാർഡ് സ്വന്തമാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഉത്തരം: ഗുണ്ടൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ
ഐക്യരാഷ്ട്രസഭയുടെ 4ാമത് ജെൻഡർ ഈക്വാലിറ്റി മൊബിലൈസേഷൻ അവാർഡ് സ്വന്തമാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഗുണ്ടൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനായ B28 കോച്ചുകൾ നിർമ്മിക്കുന്നതിനായി അടുത്തിടെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ നിർമ്മാണ കേന്ദ്രം? ഉത്തരം ആദിത്യ. ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിനായ B28 കോച്ചുകൾ നിർമ്മിക്കുന്നതിനായി ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ നിർമ്മാണ കേന്ദ്രമാണ് ആദിത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണക്കിണറുകളിൽ നിന്ന് ഭൂതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം അലങ്കേശ്വർ, ഗുജറാത്ത്. ഗുജറാത്തിലെ അലങ്കേശ്വറിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെട്ട എണ്ണക്കിണറുകളിൽ നിന്ന് ഭൂതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നവജാത ശിശുക്കൾക്കും കൈക്കുഞ്ഞുങ്ങൾക്കുമായി ലോകാരോഗ്യ സംഘടന പ്രീ ക്വാളിഫിക്കേഷൻ അംഗീകാരം നൽകിയ ആദ്യ മലേറിയ മരുന്ന്? ഉത്തരം ആർട്ടിമെതർ ലുമഫെൻട്രിൻ. നവജാത ശിശുക്കൾക്കും കൈക്കുഞ്ഞുങ്ങൾക്കുമായി ലോകാരോഗ്യ സംഘടന പ്രീ ക്വാളിഫിക്കേഷൻ അംഗീകാരം നൽകിയ ആദ്യ മലേറിയ മരുന്നാണ് ആർട്ടിമെതർ ലുമഫെൻട്രിൻ. അടുത്ത ചോദ്യം, വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ 2027 മുതലുള്ള പുതിയ സ്കോറിംഗ് രീതി? 3x15. വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ 2027 മുതലുള്ള പുതിയ സ്കോറിംഗ് രീതിയാണ് 3x15. അടുത്ത ചോദ്യം, വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കിടയിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാവിലെ സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം കർണാടക. കർണാടകയിലാണ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കിടയിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാവിലെ സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം? ഉത്തരം ബന്ദ. ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരമാണ് ബന്ദ. അടുത്ത ചോദ്യം, ഔദ്യോഗിക മാരത്തൺ മത്സരങ്ങളിൽ 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത് ലോക റെക്കോർഡ് സ്ഥാപിച്ച ആദ്യ കായിക താരം? ഉത്തരം സെബാസ്റ്റ്യൻ സാവെ. ഔദ്യോഗിക മാരത്തൺ മത്സരങ്ങളിൽ 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത് ലോക റെക്കോർഡ് സ്ഥാപിച്ച ആദ്യ കായിക താരമാണ് സെബാസ്റ്റ്യൻ സാവെ. അടുത്ത ചോദ്യം, അടുത്തിടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ രാജ്യം? ഉത്തരം തുർക്കി. അടുത്തിടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ രാജ്യമാണ് തുർക്കി. അടുത്ത ചോദ്യം, 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത്? വി മധുസൂദനൻ നായർ. 2026 അക്കിത്തം പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ. അടുത്ത ചോദ്യം, സൈബർ സുരക്ഷാ മേഖലയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നറിയിപ്പ് നൽകിയ ആന്ത്രോപിക് എന്ന അമേരിക്കൻ കമ്പനി വികസിപ്പിച്ച പുതിയ AI മോഡൽ? ഉത്തരം ക്ലോഡ് മിത്തോസ്. സൈബർ സുരക്ഷാ മേഖലയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നറിയിപ്പ് നൽകിയ ആന്ത്രോപിക് എന്ന അമേരിക്കൻ കമ്പനി വികസിപ്പിച്ച പുതിയ AI മോഡലാണ് ക്ലോഡ് മിത്തോസ്. അടുത്ത ചോദ്യം, കേരള വനം വകുപ്പ് പാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം സർപ്പ. കേരള വനം വകുപ്പ് പാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. അടുത്ത ചോദ്യം, IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? ഉത്തരം സഞ്ജു സാംസൺ. മലയാളിയായ സഞ്ജു സാംസണാണ് IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികയ്ക്കുമെന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ ഒപെക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം? ഉത്തരം UAE. 2026 ഏപ്രിലിൽ ഒപെക് എന്ന സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് UAE. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 2026 ഏപ്രിലിൽ ഇന്ത്യയിലെത്തിച്ച 4 ചീറ്റപ്പുലികളെ പാർപ്പിച്ച സുവോളജിക്കൽ പാർക്ക് ഏത്? ഉത്തരം ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്.
2026 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നാല് ചീറ്റപ്പുലികളെയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. അവയെ പാർപ്പിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. അടുത്ത ചോദ്യം, 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ സ്ഥലം ഏത്? ഉത്തരം പനയൂർ. തമിഴ്നാട്ടിലെ പനയൂരിൽ നിന്നാണ് 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിൽ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ഒരു നൂറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കാട്ടുപോത്തുകളെ അടുത്തിടെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം? ഉത്തരം കൻഹ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിലാണ് ഒരു നൂറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കാട്ടുപോത്തുകളെ അടുത്തിടെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനായ അഗ്ലൈറ്റ് വിജയകരമായി പരീക്ഷിച്ച സ്റ്റാർട്ടപ്പ്? ഉത്തരം അഗ്നികുൽ കോസ്മോസ്. അഗ്നികുൽ കോസ്മോസ് എന്ന സ്റ്റാർട്ടപ്പാണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനായ അഗ്ലൈറ്റ് വിജയകരമായി പരീക്ഷിച്ചത്. ഇത്രയുമാണ് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കറണ്ട് അഫയേഴ്സുകൾ. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾക്കും മറ്റ് PSC ക്ലാസ്സുകൾക്കുമായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൃത്യമായി വീഡിയോ കണ്ട് മുഴുവനായും കേട്ട് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയിൽ വിജയിക്കാനായി ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.